ഗൈസ് വീണ്ടും ഒരു ലോങ് യാത്രയാണ്. ഇന്ന് കൊച്ചിയിൽ നിന്ന് ബെഹറിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ വിന്തം ഗാർഡനിലെ ജഷൻ ബൈ ഷെഫ് പിള്ളയിൽ 4 ദിവസത്തെ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട്. തിരിച്ച് 19-ാം തീയതി തൃശ്ശൂർ വരും. അവിടെ 3 ഇവന്റ്, ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം, ഒരു കല്യാണം, പിന്നെ നമ്മുടെ RCPയുടെ ഒരു ഇവന്റ് ഉണ്ട്. അവിടുന്ന് നേരെ 20-ാം തീയതി കോഴിക്കോടാണ്. 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ പ്രത്യേകിച്ച് KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ 2 സെഷൻ ഉണ്ട്. ഒന്ന് സന്തോഷ് ജോർജ് ഉളങ്ങര ചേട്ടനുമായിട്ടാണ്. അത് കഴിഞ്ഞ് RCPയുടെ സോഫ്റ്റ് ലോഞ്ചും ഗോകുലം മോളിലെ നോർത്ത് റിസയുടെ ഗ്രാൻഡ് ഓപ്പണിംഗും പിന്നെ ബീച്ചിൽ തന്നെയുള്ള കേക്കിങ്ങും കോഫിയുടെ പണിയും തീർന്നു. അതൊക്കെ നോക്കിയിട്ട് 28-ാം തീയതി മുതൽ 4 ദിവസം നമ്മൾ ഹൈദരാബാദ് പുതുതായിട്ട് തുടങ്ങിയ ലീല ഹോട്ടലിലൊരു ഫുഡ് ഫെസ്റ്റിവൽ. ഹലോ ഗൈസ്, നമ്മളിവിടെ കൊച്ചി എയർപോർട്ടിലാണ്. ഞാൻ ബെഹറിൽ പോകുന്നു, ഇദ്ദേഹം റോമിൽ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുള്ള, ഞാൻ ഇന്നലെ പോയി രേഖാ ചിത്രം കണ്ട്. ഒന്നും പറയാനില്ല, ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ചൊല്ലിയിരുന്നതാണ്. ഇങ്ങനൊരു സിനിമ നിങ്ങൾ 90s കിഡ്സ് ആണെങ്കിൽ 90s 80s ഏത് ഏജ് ആയ ഗ്രൂപ്പായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്ന അതിന്റെ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് ഇഷ്ടം. സോ ഗൈസ്, പ്ലീസ് വാച്ച് ദിസ് മൂവി. ഒരിക്കലും മിസ്സാവില്ല. ഇങ്ങനെ ഒരു ത്രില്ലർ മൂവി, അന്വേഷണ പടമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഇതെങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവര്, മനോജേട്ടനായിക്കോട്ടെ, സിദ്ദിഖ് ആയിക്കോട്ടെ, ഇദ്ദേഹത്തെക്കുറിച്ച് ഇനി പറയുന്നില്ല, അനശ്വര ആയിക്കോട്ടെ, അമേസിംഗ് മൂവി. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ, ഇത് നിങ്ങൾ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട മൂവിയല്ല. അറിയാലോ, തകർത്ത് നാളെ 50 അതിന്റെ മേലെയൊക്കെ പോകുന്ന. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മമ്മൂക്ക എങ്ങനെ മമ്മൂട്ടി ചേട്ടനായി എന്നറിയാൻ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് സോ മച്ച് ഷെഫ്. ഞാൻ അതിന്റെ സ്പോയിലർ ഒന്നും പറയുന്നില്ല. ഞാൻ കുറെ റിവ്യൂ പറയാനായിട്ട് എഴുതിയൊക്കെ വെച്ചാണ്. തിരക്ക് കഴിഞ്ഞിട്ട് എഴുതാം. ജോഫിൻ എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതിനെ കുറിച്ച് പറയണം. അപ്പൊ ഞാൻ ഇതിനെ കുറെ എഴുതാമെന്നുള്ള. അപ്പൊ എല്ലാവരും